പൊങ്കൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണെന്ന് അറിയാമല്ലോ. ആ സെലിബ്രേഷനെ മാറ്റിക്കൂട്ടാനായിട്ട് എല്ലാ പ്രാവശ്യവും പൊങ്കലിന് അതുപോലത്തെ ഫിലിം റിലീസുകൾ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ആൾക്കാർ ആ തിയേറ്ററിൽ പോയി അത് ആഘോഷിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ തലയുടെ പടം ഇല്ല. തലപതിയുടെ ലാസ്റ്റ് പടം പ്ലാൻ ചെയ്തതാണ്, പക്ഷെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ റിലീസായിട്ടുള്ളത് ശിവകാർത്തികേയൻ, അതായത് അപ്കമിങ് തലപതി എന്ന് പറയാവുന്ന ശിവകാർത്തികേയൻ്റെ പടമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എനർജി തിയേറ്റർ ഫുള്ളായിട്ട് ഒരു പടത്തിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൂഡിൽ തിയേറ്ററിൽ പോകുമ്പോൾ ഉള്ള ആ ഫിലിം കാണാനുള്ള ഒരു മൂഡ് അത് ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഒറ്റയ്ക്കാണ് പടം കാണാൻ പോകുന്നത്. അപ്പോൾ തിയേറ്ററിലെ വൈബും തിയേറ്ററിലെ എനർജിയും ഒക്കെ കൂടി ആ പടം ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായി പോയി. 8:10 ഷോ. നമ്മളിപ്പം ഇറങ്ങിയപ്പോൾ 7:45. അതുകൊണ്ട് നമ്മൾ നേരെ തിയേറ്ററിൽ വെച്ച് പിടിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം. തിയേറ്ററിൽ എത്തിയിരിക്കണം. അപ്പോൾ തിയേറ്ററിലുള്ള ക്യൂ ആണ് കേട്ടോ. നമ്മളെല്ലാ സിനിമാസ് എത്തിയിരിക്കുകയാണ്. ഗൈസ് പെട്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ മൊത്തം തിരക്കാണ്, ഇടാനുള്ള ഇടയില്ല, ഫുള്ള് കാറാണ്. അങ്ങനെ 8:10 ഷോയ്ക്ക് നമ്മൾ 8:05 ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അകത്തോട്ട് വന്നത് ഫുള്ള് പാർക്കിംഗ് ഫില്ലായിരിക്കുക. പറഞ്ഞ പൊങ്കലിന് ഇവിടെ ഇതൊരു ആഘോഷമാണെന്ന്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അകത്ത് പോയി പരാശക്തി എങ്ങനെയുണ്ട്, ശക്തി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. കാണുന്ന ബൈക്ക് പാർക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇനി തിയേറ്ററിനകത്തോട്ട് കയറാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പരാശക്തി കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പടത്തെപ്പറ്റി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ പടം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഒരു ആവറേജ് ലെവലിൽ വന്നിരിക്കുന്ന പടം എന്നാണ് ഞാൻ ഇതിനെ പറയുക. കാരണം നമ്മളിപ്പോൾ ഈ പൊങ്കലിനെ പ്രതീക്ഷിച്ച് പോകുന്ന കൂട്ട് ഗൂസ് ബംസ് സീനുകളൊക്കെ ഒരുപാട് തരുന്ന അല്ലെങ്കിൽ ഒരു തിയേറ്ററിനെ ഇളക്കി മറിക്കുന്ന പടമൊന്നുമല്ല ഇത്. പണ്ട് ഹിന്ദി എല്ലാ സംസ്ഥാനങ്ങളിലും അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അതിനെതിരെ സൗത്ത് ഇന്ത്യയിൽ അതിൽ കുറിപ്പ് അല്ലെങ്കിൽ സ്പെസിഫിക്കായി തമിഴ്നാട്ടിൽ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയിൽ നമുക്കൊരു ഒരുപാട് ഗൂസ് ബംസ് സീൻസ് അല്ലെങ്കിൽ തിയേറ്ററുകളൊക്കെ മറിക്കുന്നതിനെ പറ്റി അക്സെപ്റ്റഡ്. അങ്ങനത്തെ ഒരു സീനുകൾ ഒരുപാട് പ്രതീക്ഷിച്ചല്ല നമ്മൾ പോകേണ്ടത്. ദാറ്റ് ഈസ് അക്സെപ്റ്റഡ്. ഇതിലിപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി മോഹൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ അഥർവയുടെ പെർഫോമൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ എന്നെ സർപ്രൈസ് ചെയ്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാളം നടന് ഒരു മലയാളം നടന് തിയേറ്ററിൽ നല്ലൊരു കയ്യടി കിട്ടി. അത് ചെറിയൊരു സീനേ ഉള്ളൂ പുള്ളിയുടെ, പക്ഷെ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് ഒരു സർപ്രൈസ് എലമെൻറ്റാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് പോയി കാണാം. നമുക്കും ഭയങ്കര സർപ്രൈസ് ആക്കും ആ ഒരു നടൻ.